ഫാക്ടറികളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ഉപകരണം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിൽ പലരും ഇവ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അവ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയില്ല. ഈ വീഡിയോയിൽ ഈ ഉപകരണങ്ങളുടെ ഉദ്ദേശവും കെട്ടിടങ്ങളിലും ഫാക്ടറികളിലും അവ എങ്ങനെ ഉപയോഗിക്കുമെന്നും നമ്മൾ ചർച്ച ചെയ്യുന്നു. മുകളിൽ പരാമർശിക്കുന്ന ഉപകരണം മിക്കവാറും ഒരു എയർ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. കെട്ടിടത്തിനുള്ളിലെ താപനില, ഈർപ്പം, വായുവിന്റെ ഗുണനിലവാരം എന്നിവ നിയന്ത്രിക്കുന്നതിന് കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യുന്നവർക്കും താമസിക്കുന്നവർക്കും സുഖകരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ്. കെട്ടിടത്തിനകത്തു നിന്ന് പഴകിയ വായു നീക്കം ചെയ്യുകയും പുറത്തുനിന്ന് ശുദ്ധവായു നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് വെന്റിലേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിനുള്ളിലെ വായു ശുദ്ധവും ശ്വസിക്കാൻ ആരോഗ്യകരവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവ മലിനീകരണവും മാലിന്യവും ഫിൽട്ടർ ചെയ്യുന്നു. ഫാക്ടറികളിൽ വായുവിൽ നിന്ന് ദോഷകരമായ പുകയും രാസവസ്തുക്കളും നീക്കം ചെയ്യുന്നതിൽ വെന്റിലേഷൻ സംവിധാനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ അവ സംരക്ഷിക്കുന്നുമുണ്ട്. എയർ കണ്ടീഷനിങ് സിസ്റ്റം ആകട്ടെ സീസണെ ആശ്രയിച്ച് കെട്ടിടത്തിനുള്ളിലെ വായു തണുപ്പിക്കുന്നതിനോ ചൂടാക്കുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കെട്ടിടത്തിനുള്ളിലെ താപനില നിയന്ത്രിക്കുന്നതിന് ഈ സംവിധാനങ്ങൾ റഫ്രിജറന്റുകൾ, കംപ്രസറുകൾ, ഫാനുകൾ എന്നിവയുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത്. ചൂടുള്ള കാലാവസ്ഥയിൽ അവ വളരെ പ്രധാനമാണ്. അവിടെ താപനില അസുഖകരമായ തലത്തിലേക്ക് ഉയരുന്നു. ഇത് ആളുകൾക്ക് ജോലി ചെയ്യാനോ താമസിക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ വെന്റിലേഷൻ, എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും പ്രായോഗികമായ സ്ഥലമാണ്. അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ കുഴലുകൾ, പൈപ്പുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് മേൽക്കൂര അനുയോജ്യമായ ഒരു ഇടം നൽകുന്നു. കൂടാതെ മേൽക്കൂരയിൽ വെന്റിലേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നത് കെട്ടിടങ്ങളോ മറ്റ് ഘടനകളെയോ തടസ്സപ്പെടുത്താതെ പുറത്തുനിന്ന് ശുദ്ധവായു വലിച്ചെടുക്കാൻ അവ അനുവദിക്കുന്നു. ഫാക്ടറികളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു ഉപകരണം ഒരു എയർ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സംവിധാനം മാത്രമാണ്. കെട്ടിടത്തിനുള്ളിലെ താപനില, ഈർപ്പം, വായുവിൻ്റെ ഗുണനിലവാരം എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഈ സംവിധാനങ്ങൾ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അവയില്ലാതെ കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്നത് അസുഖകരമോ ആരോഗ്യത്തിന് ഹാനികരമോ ആകാം. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപകരണം കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഉള്ളത് എന്ന് മനസ്സിലാകും.